ടോസ് ഇന്ത്യക്ക് കിട്ടി. സ്വാഭാവികമായിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. രോഹിത് ശർമ്മ സ്ഥിരം പതിവ് ഫോമിൽ തന്നെ കളിക്കുകയായിരുന്നില്ല. നേരിട്ട 5 പന്തും വളരെ അനായാസം നേരിടുകയും ഈവൻ ആ ക്യാച്ച് പോയ ബോൾ പോലും നിസ്സാരമായി അദ്ദേഹത്തിൻ്റെതായ അലസ സുന്ദരമായ സ്റ്റൈലിൽ കളിച്ചു. ഒരു ക്യാച്ച്, തൊട്ട് പിന്നാലെ പന്തും പോകുന്നു. അപ്പോൾ ഉള്ള സ്ഥിതി എന്താണ്? അതായത് ഈ ടോസ് കിട്ടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമായിരുന്നു എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. കാരണം ദക്ഷിണാഫ്രിക്ക പൊതുവെ വളരെ സമ്മർദ്ദത്തിലാകുന്ന ടീമാണ്. ആ ഒരു ഒറ്റ കാരണത്താൽ, ബുംറയുണ്ടെന്ന വിശ്വാസത്താലാണ് ശരിക്കും രോഹിത് ഇന്നലെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇന്ത്യക്ക് 8ാമത് ഇറങ്ങുന്ന ശിവൻ ദുബെ വരെ ഡെപ്തുള്ള ഒരു ബാറ്റിംഗ്. ഈ വിമർശനങ്ങളുടെ കാര്യം അതിപ്പോൾ ഞാനൊന്ന് ഇടപെടട്ടെ. കാരണം ഈ ഫൈനലിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട 2 പേര് വിരാട് കോഹ്ലിയും ശിവൻ ദുബെയാണ്. പക്ഷെ ഫൈനലിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് വരണം. കാരണം അതാണ് ഞാൻ ഈ കളി ഒന്ന് ഓർഡറിൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലേക്ക് വരാം. ഈ പറഞ്ഞത്, അതായത് കൃഷ്ണൻ പറഞ്ഞു വരുന്നത് ചോക്കേഴ്സ് എന്നൊരു പേര് ഇവർക്കുണ്ട്. ഇവർ ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 റണ്ണാണെങ്കിൽ 48 ബോൾ ഔട്ട് ആയിരിക്കും. കഴിഞ്ഞ 1 മണിക്കൂർ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് ഒരു മത്സരം, ഒരു ലോകകപ്പ് കയ്യിലേക്ക് വരുന്ന ഒരു മത്സരം എങ്ങനെയാണ് എന്ന് ദക്ഷിണാഫ്രിക്ക ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഗിബ്സ് ഈസിയായ ഒരു ക്യാച്ച്, സ്റ്റീവോയുടേതാണെന്ന് തോന്നുന്നു അല്ലെ, ക്യാച്ച് എടുത്തിട്ട് ഉയർത്തിയിടാനുള്ള ശ്രമത്തിന് ഡ്രോപ്പ് ആവുകയാണ്. അത് നിങ്ങൾ കൈവിട്ടത് ലോകകപ്പാണ് എന്ന് പറഞ്ഞു. ഇന്നലെ അതിന് സമാനമായ ഒരു കാർട്ടൂൺ ഇറങ്ങി, കണ്ടില്ലേ അത്? അതായത് സൂര്യകുമാർ യാദവ് ബൗണ്ടറിക്ക് പുറത്തു പോകുമായിരുന്ന പന്തിനെ എടുത്ത് പുറത്തേക്ക് പോയി പന്തിനെ ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞ് തിരിച്ചു വന്നത് എടുക്കുക. ഞാനതല്ല ഞാൻ പറഞ്ഞത്. ആ ക്യാച്ച് 2ാമത് ഗ്രൗണ്ടിലേക്ക് കയറി വന്ന് എടുക്കാൻ പോകുന്നത് പന്തല്ല, ട്രോഫിയാണ്. ആ ചിത്രം ഞാൻ ഓർമ്മിപ്പിച്ചാണ്. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരാം. ആദ്യ പന്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇതൊരു സ്പിൻ ട്രാക്ക് അല്ല. കാരണം ഫോമിലല്ലാത്ത വിരാട് കോഹ്ലി അനായാസം പന്ത് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് രോഹിത് ശർമ്മ വന്നു. രോഹിത് ശർമ്മയും ആദ്യ 2 പന്തുകളും ബൗണ്ടറി അടിക്കുകയാണ് ചെയ്തത്. കൂളായി കളിച്ചു. 3ാമത്തെ പന്ത് പോലും വളരെ കൂളായി. ആ പന്തൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന പന്താണ് രോഹിത്തിന്. ഒരു മിസ് ഹീറ്റ് ആയി പോയി, എന്തോ നിർഭാഗ്യമായിരിക്കാം, ആ പന്ത് പുറത്താകുന്നു. പക്ഷേ ഇർഷഫ് പന്ത് വന്ന് കളിച്ചത് അത്ര ഉത്തരവാദിത്വമുള്ള ഒരു നോക്കൂ. ഇതുവരെ ഫോമിൽ നിന്ന ബാറ്റ്സ്മാൻ, അതായത് കുറഞ്ഞത് 3-4 കളി ജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് നെടുന്തൂണായി നിൽക്കുന്ന ക്യാപ്റ്റൻ പുറത്താവുന്നു. അപ്പുറത്ത് കോഹ്ലിയുണ്ട്. കോഹ്ലിയിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ അതേക്കുറിച്ച് പറയാൻ, വിരാട് കോഹ്ലി അപ്പുറത്തുണ്ട്. വിരാട് കോഹ്ലി അതിനു മുമ്പുള്ള 7 മാച്ചിൽ നിന്ന് നേടിയത് 66 റൺസ് അല്ലേ? ആ വിരാട് കോഹ്ലി അപ്പുറത്തുള്ളപ്പോൾ പന്ത് സൂപ്പർ സ്റ്റാർ കളിക്കണമായിരുന്നോ, പന്ത് അവിടെ നിൽക്കണമായിരുന്നോ? ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു. പന്തും കൂടി പോകുമ്പോഴുള്ള സീൻ, വിരാട് കോഹ്ലിയിലെ ഇരട്ടി എത്ര വലിയ മാസ്റ്റർ ക്ലാസ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാലും പെർഫോമൻസ് ഇല്ല. തുടരെ മാധ്യമങ്ങൾ അതിനേക്കാൾ ശക്തമായി സോഷ്യൽ മീഡിയ ഇങ്ങനെ ആക്രമിക്കുകയാണ്. സമ്മർദ്ദത്തിലാണ്, ഇരട്ടി സമ്മർദ്ദം. അപ്പുറത്ത് രോഹിത് ശർമ്മ പോകുന്നു, തൊട്ട് പിന്നാലെ ഒരു വിക്കറ്റ് പോകുന്നു. പക്ഷേ കോഹ്ലിക്കുള്ള അരങ്ങൊരുങ്ങിയായിരുന്നിരിക്കാം. എങ്കിൽ പോലും ഋഷഭ് പന്ത് 2020 ക്രിക്കറ്റ് ആയിക്കോട്ടെ കളിക്കേണ്ട ഒരു ഷോട്ട് ആയിരുന്നില്ല. കാരണം സ്പിൻ ട്രാക്ക് അല്ല, അത് വ്യക്തമാണ്. ഒന്ന് സേഫായി ബാക്ക് ഫുട്ടിൽ ഇറങ്ങിയാൽ പോലും ഹിറ്റ് ചെയ്യാവുന്ന ഒരു പന്തിനെ വളരെ ഉത്തരവാദിത്വമില്ലായ്മയുടെ അങ്ങേയറ്റം ആണെന്ന് കാണിച്ചുകൊണ്ട് ഔട്ടാവുന്നു. അതൊരു മിസ് ഹിറ്റ് അല്ല. കാരണം അയാളത് അർഹിച്ചിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ പന്ത് ഡീകോക്കിന്റെ കയ്യിലേക്ക് പോയത്. അപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നവരാണ് ശരിക്കും 3 വിക്കറ്റ് പോയ അവസ്ഥയായി. കാരണം കോഹ്ലി ഫോമിലല്ല. കോഹ്ലി സ്വതസിദ്ധമായി കളിക്കുന്ന ഷോട്ടുകളൊന്നും അതിന് മുമ്പത്തെ ഒരു മത്സരത്തിലും കണ്ടില്ല. പന്ത് ഒരു വശത്തേക്ക് പോകുന്നു, കോഹ്ലിയുടെ ഷോട്ട് വേറു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത ബാറ്റ്സ്മാനാണ് വിരാട് കോഹ്ലി. ടൈമിങ്ങിൽ മാത്രം പെർഫെക്ഷൻ ആയ ഒരു ബാറ്റ്സ്മാൻ. ആ ബാറ്റ്സ്മാൻ അങ്ങനെ മിസ് ഹിറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ നിരുത്തരവാദപരമായ ഒരു ഷോട്ട് കളിച്ചത്. അതായത് ഒരു ഭാവിയിൽ ഒരുപക്ഷെ ക്യാപ്റ്റനൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നുകൂടി ഓർക്കണം. പന്ത് ഇത് പതിവായി ചെയ്യുന്ന കാര്യമാണ്. പന്തിന്റെ ശൈലി, ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പന്ത് അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അത് നിരുത്തരവാദപരമായ ഒരു ഷോട്ടായിരുന്നു, കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് കോഹ്ലിയെ പ്രഷറിലാക്കി. അതുകൊണ്ടാണ് കോഹ്ലി ആക്രമിച്ചു തുടങ്ങിയ കോഹ്ലി ഡിഫൻസിലേക്ക് മടങ്ങി. അതിലേക്കൊക്കെ വരണം. കോഹ്ലിയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ നാസർ ഹുസൈൻ പറഞ്ഞ ചില കമന്റ്സ് ഒക്കെ ഉണ്ട്.